എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥിനി ജാസ്തിയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഓടിച്ചയാളെ പിടികൂടാത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കോട്ടയം അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റെ മകൻ ഡോക്ടർ സിറിയക് പി ജോർജാണ് വാഹനം ഓടിച്ചത്. ഇയാളുടെ ചിത്രവും പോലീസ് പുറത്തുവിട്ടു. ആ ദൃശ്യങ്ങളിലേക്ക് അടക്കം നമുക്ക് പോവാം. 5 ദിവസമായിട്ടും ഇയാളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ജാസ്തിയുടെ സഹപാഠികളും അധ്യാപകരും അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തി. മോർണിംഗ് സ്റ്റാറിലെ സ്റ്റുഡൻ്റായ ജസ്ലിയ എന്ന പെൺകുട്ടിയുടെ അപകടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്ന് രാത്രി തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അത് രാത്രി ആയതുകൊണ്ട് തന്നെ വാഹനം ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം തൃശ്ശൂർ മുതലുള്ള CCTVs നോക്കി. എന്നിട്ട് നമുക്ക് അന്ന് രാത്രി അതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള CCTVs കുറവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ കിട്ടിയത് ആരാണ് വാഹനം ഓടിച്ചതെന്നും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സിറിയക്ക് എന്ന് പറയുന്ന ആളാണ്, കോട്ടയം സ്വദേശിയാണ്, അയാൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അതുകൂടാതെ ഇയാളുടെ ഓടിച്ചിരുന്ന വാഹനം എടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ തന്നെ നമ്മൾ വാഹനം കോടതി കൊടുത്തിട്ടുണ്ട്. നിലവിൽ ജാമ്യമില്ലാത്ത നോൺ ബെയിലബിൾ ആയിട്ടുള്ള സെക്ഷൻ ഇട്ട് ആണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. സിറിയക്കൻ അന്വേഷിച്ച് പോലീസ് പാർട്ടി പുറത്തുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് കോടതിയിൽ ഹാജരാക്കി നമ്മൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതെ, 5 ദിവസമായിട്ട് ഒരു അറിവ് നമുക്കില്ല. വണ്ടി കിട്ടിയെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമുക്കത് അറിയണം. അവളുടെ ജീവൻ എന്താ വിലയില്ലേ, നമുക്കത് അറിയണം. പ്രതിയെ പിടികൂടണം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കുട്ടിയാണ് അവള്. അപ്പോൾ എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു ഇത് വേണം. ആക്സിഡന്റ് നടന്നിട്ട് ഇത്രയും ദിവസം എന്നിട്ട് അവർ പിടിച്ചിട്ടില്ല. അറിഞ്ഞു വല്ല ചാറ്റും ഇങ്ങനെയൊക്കെ കിട്ടി, പക്ഷെ ഇവർക്കൊരു ഇത് ഉത്തരവാദിത്വം ഇല്ല ഇതിനെ കുറിച്ച്. അവൾ പാവപ്പെട്ട് വീട്ടിൽ കുട്ടിയായതുകൊണ്ടാണ് ഇങ്ങനെ അവളാ ഇതാക്കുന്നേ. ഇപ്പോൾ ഇവർ പറഞ്ഞത് ഇവരുടെ പ്രതിയുടെ ഫോട്ടോയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇവർ ഇത്രയും ഇതായത് കൃത്യമായിട്ട് ആരാണ് വണ്ടി ഓടിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രതിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പ്. അപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് ഇവർക്കും ഇവർ പറഞ്ഞതനുസരിച്ച് ശാസ്ത്രീയ അവയവങ്ങളെല്ലാം ദാനം ചെയ്ത് പോയൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് 100% എന്തായാലും ഇവർ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിയുടെ ഫോട്ടോയും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കുമെന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ജാസ്ലിയയുടെ അവസാനത്തെ കർമ്മങ്ങളിലേക്ക് പോവാണ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ DYFI, യൂത്ത് കോൺഗ്രസ്, AYF സംഘടനകൾ പ്രതിഷേധിച്ചു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു ദേശീയപാതയിൽ അങ്കമാലി ടെക് ജംഗ്ഷൻ സമീപം അപകടമുണ്ടായത്. മസ്തിഷ്ക മരണം സംഭവിച്ച ജാസ്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ ചെയ്യുന്നു. ആൻമരിയ, ഈ പറഞ്ഞതുപോലെ ആ സഹപാഠികളുടെയും അധ്യാപകരുടെ പ്രതികരണത്തിൽ ജാസ്തി അവർക്കൊക്കെ ആരാണെന്ന് വ്യക്തമാണ്. അത് അവരുടെ വൈകാരികമായ പ്രതികരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയും. അതിനും അപ്പുറത്തേക്ക് ഹിറ്റ് ആൻഡ് റൺ കേസാണ്. അപകടം ശനിയാഴ്ചയാണ്. ദിവസങ്ങൾ കഴിയുന്നു. പ്രതി എവിടെ, പോലീസ് എന്ന് തന്നെയാണ് നാട്ടുകാരും സഹപാഠികളും ഇപ്പോൾ നമ്മൾ പൊതുസമൂഹം ചോദിക്കുന്നത്. എവിടെയാണ് പ്രതി, എന്താണ് പോലീസ് പറയുന്നത്? തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം തന്നെയാണ് കുറച്ച് നേരമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം പോലീസിന് ലഭ്യമായിട്ടും ഇതുവരെ പ്രതിയിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസിന് സാധിക്കാത്തത് അത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ടാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സഹപാഠികളും അധ്യാപകരും ഈ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരു പ്രതിഷേധവുമായിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് വരാൻ ഇടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നതും. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്, DYFI പ്രവർത്തകർ, AYF പ്രവർത്തകർ അടക്കമുള്ള ആളുകളും പ്രതിഷേധവുമായിട്ടും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുമുണ്ടായിരുന്നു. 3 മണിക്കാണ് ജാസ്ലിയുടെ സംസ്കാരം. ആ സംസ്കാരത്തിന് ശേഷവും പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ വലിയ തരത്തിലുള്ള ഇതുവരെ കാണാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ കാണാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രതിഷേധവുമായിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ, ജാസ്ലിയുടെ സഹപാഠികൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടവനക്കാടുള്ള ജാസ്ലിയുടെ സുഹൃത്തുക്കളും ഇവിടെ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്ന ഒരു വിവരം പ്രകാരം അത് ചില സൂചനകളാണ്. ഈ സൂചനകൾ പ്രകാരം പ്രതിയെ നിലവിൽ പോലീസിന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. തന്നെ ഹാജരാകുമെന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഉറപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടില്ല. കാരണം ഇന്ന് 10 മണിക്ക് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകുന്നത്. ഇപ്പോൾ സമയം 2:30 അടുക്കുന്നു. ഈ സമയമായിട്ടും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. തുടർന്നാണ് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ തീരുമാനമെടുക്കുകയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിലവിൽ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഒടുവിലായി കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ അങ്കമാലിയിലുള്ള ഒരു പരിപാടിയിലാണ് അവസാനമായിട്ട് ഇവർ പങ്കെടുക്കുന്നത്. അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടാക്കുന്നത്. ഇതടക്കമുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ നിലവിൽ എന്തായാലും പോലീസ് കേസെടുത്തിരിക്കുന്നത്. പിടികൂടിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി മറ്റു നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അങ്കമാലി പോലീസിന്റെ തീരുമാനം. ഉടൻ തന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. അന്വേഷണം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. സുഹൈൽ, വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.